നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണർ വിഷയത്തിൽ സർക്കാരിൽ കൂട്ടയടി നടക്കുകയാണ്. ഗവർണർ പരിണിത പ്രജ്ഞനായ രാഷ്ട്രീയ നേതാവെന്ന് ഷംസീർ. അത് പാടെ തള്ളി സംസ്കാരമില്ലാത്ത ആളാണ് ഗവർണറെന്ന് മന്ത്രി ശിവൻകുട്ടി. ഗവർണറെ മയപ്പെടുത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഒരു വഴിക്കൂടെ സോപ്പിടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഷംസീർ മയപ്പെടുത്തി സംസാരിച്ചത്. എന്നാൽ ശിവൻകുട്ടി കലമുടച്ചു. ഗവർണർ പരിണിത പ്രജ്ഞനായ വ്യക്തിയല്ലെന്ന് ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. ഭരണഘടനാ പദവിയിലുള്ള ഒരാളിൽ നിന്നുണ്ടാകേണ്ട പരാമർശങ്ങളാണോ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നതെന്നും ശിവൻകുട്ടി ചോദിച്ചു. ബെസ്റ്റ് ആളാണിത് പറയുന്നത്. ശിവൻകുട്ടിയുടെ സംസ്കാരം നിയമസഭയിൽ നമ്മൾ കണ്ടതാണല്ലോ. ഇതിപ്പോൾ ഗവർണറിന്റെ പേരിൽ CPM-ൽ ചേരിതിരിഞ്ഞ് അടി തുടങ്ങിയിരിക്കുകയാണ്. ഗവർണറെ മയപ്പെടുത്തുകയാണ് ഇനി സർക്കാരിന് മുന്നിലുള്ള ആവശ്യം. കാരണം SFIയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് ഗവർണർ തെരുവിലിറങ്ങി കൂളായി നടക്കുന്നത് സർക്കാരിന് കനത്ത തിരിച്ചടിയായിട്ടുണ്ട്. ഇതുപോലെ ഇറങ്ങി നടക്കാൻ പിണറായിക്ക് ധൈര്യമുണ്ടോ എന്ന തരത്തിൽ സംഘപരിവാർ സൈബർ ഗ്രൂപ്പുകൾ പോസ്റ്റുകൾ വൈറലാക്കി തുടങ്ങിയതും CPM-ന് ക്ഷീണമാണ്. പിണറായി വിജയന്റെ നവകേരള സദസ്സിന് മങ്ങലേൽപ്പിച്ചു ഗവർണർ SFI പോര്. നവകേരള സദസ്സിനേക്കാൾ മാധ്യമങ്ങൾ വാർത്തയാക്കിയത് ഗവർണർ കാലിക്കറ്റിൽ പോയതാണ്. ചുരുക്കി പറഞ്ഞാൽ ഗവർണർ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് പിണറായിക്ക് നന്നേ ക്ഷീണമുണ്ടാക്കി. ഇതോടെ ആരിഫ് ഖാനെ മയപ്പെടുത്താൻ ഷംസീറിനെ പിണറായി ഇറക്കി. SFIക്ക് നേരെ വാളോങ്ങി നിൽക്കുന്ന ഗവർണറോട് ശിവൻകുട്ടിയേക്കാൾ പോരെടുക്കേണ്ടത് ഷംസീറാണ്. ബ്ലഡി കണ്ണൂർ എന്ന ആരിഫിന്റെ പ്രസ്താവന കണ്ണൂരുകാരൻ കൂടിയായ ഷംസീറിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ഗവർണറെ ചുരുട്ടിക്കൂട്ടാനുള്ള കലിപ്പ് AM ഷംസീറിനുണ്ട്. പക്ഷേ ഒന്നും പറയാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥ. ആകെ കലിപ്പനാണല്ലോ ഷംസീർ. കേരയിൽ വിഷയത്തിൽ നിയമസഭയിൽ കല്ല് പറിക്കാൻ വരുന്നവന്റെ പല്ല് പറിക്കുമെന്ന് പ്രതിപക്ഷത്തെ പോലും വെല്ലുവിളിച്ചിട്ടുള്ള ആളാണ് ഷംസീർ. മൂപ്പരുടെ കൈവശമുള്ളത് കണ്ണൂർ ഗുണ്ടായിസം മാത്രമാണ്. ആ മനുഷ്യനെയാണ് ഗവർണറെ മയപ്പെടുത്താൻ പിണറായി ഇറക്കിയത്. ഗവർണർ വളരെ ജ്ഞാനമുള്ള ആളാണെന്ന് ഷംസീറിന് പറയേണ്ടി വന്നു. സോപ്പിട്ട് കുപ്പിയിലാക്കാനുള്ള നീക്കം. എന്നാൽ ശിവൻകുട്ടി സംഭവം കുളമാക്കി. സംസ്കാരമുള്ള ഒരാളുടെ വായിൽ നിന്ന് വരുന്ന പ്രയോഗങ്ങളല്ല ഗവർണറിൽ നിന്നുണ്ടാകുന്നതെന്ന് ശിവൻകുട്ടി പറയുന്നു. SFI വിദ്യാർത്ഥികളെ ബ്ലഡി ക്രിമിനൽസ് എന്നാണ് വിളിച്ചത്. വിദ്യാർത്ഥികൾ സമരം ചെയ്യാൻ കാരണം ഈ ഗവർണറുടെ ഏകാധിപത്യ നിലപാടുകളും പരാമർശങ്ങളുമാണ്. കണ്ണൂരിനെ ബ്ലഡി കണ്ണൂർ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഗവർണർ എന്ന നിലയിലും ചാൻസലർ എന്ന നിലയിലും പരിണിത പ്രജ്ഞനായ വ്യക്തിയല്ല ആരിഫ് മുഹമ്മദ് ഖാൻ എന്നും ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. ഗവർണർ പരിണിത പ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണെന്ന് സ്പീക്കർ ചൊവ്വാഴ്ചയാണ് അഭിപ്രായപ്പെട്ടത്. ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. MLA എന്ന നിലയ്ക്ക് പ്രതികരിക്കുന്നത് പോലെ തനിക്ക് സ്പീക്കറായാൽ പ്രതികരിക്കാൻ കഴിയില്ല എന്നും ഷംസീർ പറഞ്ഞിരുന്നു. ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് ശുഭാപ്തി വിശ്വാസമെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞത്. സർക്കാരിന് തന്നെ പ്രശ്നം തീർപ്പാക്കാൻ പറ്റും. ഗവർണർക്കും പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും. ഈ ഒരു സാഹചര്യം ഇനി ഉണ്ടാവില്ല, പരിഹരിക്കപ്പെടുമെന്നും ഷംസീർ പറഞ്ഞത്.